ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഊർജിതം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. 9 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ശീതളപാനീയങ്ങളുടെയും കുപ്പിവെള്ളത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്താൻ പരിശോധന ശക്തം. ശബരിമല പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം. ആറാട്ട് ഇന്ന്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 ബംഗളൂരുവിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഊർജിതം. വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. അടുത്ത മാസം 26-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. കേരളം ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസം ഏപ്രിൽ 4-ആണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ വിലയിരുത്തി. പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം വരും ദിവസങ്ങളിൽ ആരംഭിക്കും. മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ മത്സരചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടെ പ്രചാരണം ശക്തമാകും. പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിച്ചുള്ള തെരഞ്ഞെടുപ്പ് റാലികളും നടക്കും. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന ദിനം ഇന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ പേര് ചേർക്കാം. തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാണ്. സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ ഇന്ന് രാവിലെ കല്ലറത്തറ ക്ഷേത്രം സന്ദർശിച്ചു. തുടർന്ന് പൌർണമികാവ്, പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയാണ്. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ പര്യടനത്തിനെത്തും. കുളത്തൂർ ഗവൺമെന്റ് കോളേജ്, വിശ്വഭാരതി സ്കൂൾ, കേരള ഓട്ടോമൊബൈൽസ്, നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി തുടങ്ങിയ കേന്ദ്രങ്ങൾ പന്ന്യൻ രവീന്ദ്രൻ സന്ദർശിക്കും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തു. നെല്ലിമൂട് മുരിക്കത്തോട്ടം ക്ഷേത്രം, കല്ലിയൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. നന്ദാവനത്ത് നടക്കുന്ന ഇഫ്താർ വിരുന്ന്, കുടപ്പനക്കുന്ന് നടക്കുന്ന ഗൗര പൂർണിമ എന്നിവയിലും അദ്ദേഹം പങ്കെടുക്കും. NDA പട്ടം മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കുന്നുണ്ട്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ തിരക്കിട്ട പ്രചാരണ പരിപാടികളുമായി 3 മുന്നണികളും. സിറ്റിംഗ് എംപിയും UDF സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് ഇന്ന് രാവിലെ വെഞ്ഞാറമൂട് തലേക്കുന്നിൽ ബഷീർ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുത്തു. മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ ശ്രീ അടൂർ പ്രകാശ് പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി V. ജോയ് ഇന്ന് ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. കഠിനംകുളം പഞ്ചായത്തിലെ മേനംകുളം, പടിഞ്ഞാറ്റുമുക്ക്, മരിയനാട്, കഠിനംകുളം എന്നീ മേഖലകളിൽ അദ്ദേഹം രാവിലെ സന്ദർശനം നടത്തി. ഇളമ്പ, മുതാക്കൽ, ഇടക്കോട്, പെരുങ്ങുഴി, മുട്ടപ്പലം എന്നിവിടങ്ങളും V. ജോയ് സന്ദർശിക്കും. NDA സ്ഥാനാർത്ഥി V. മുരളീധരനും പ്രചാരണ പരിപാടികളുമായി ഇന്ന് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലെത്തും. രാവിലെ ആറ്റിങ്ങൽ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ അദ്ദേഹം കൊട്ടിയോട് കോളനി സന്ദർശിച്ചു. തുടർന്ന് ആറ്റിങ്ങൽ കോടതിയിലെ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി. വെഞ്ഞാറമൂട്, സായി ഗ്രാമം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുന്ന ശ്രീ മുരളീധരൻ വൈകിട്ട് ഒറ്റൂർ, നാവായിക്കുളം, കരവാരം എന്നിവിടങ്ങളിൽ പദയാത്രയിലും പങ്കെടുക്കും. മാവേലിക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും പ്രചാരണ പരിപാടികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ഭവന സന്ദർശനവും റോഡ് ഷോയുമായി മാവേലിക്കരയിലെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് എംപി കൊടിക്കുന്ന് സുരേഷ് ഇന്നലെ ചങ്ങനാശ്ശേരിയിലും കുട്ടനാട്ടിലും പ്രചരണം നടത്തി. ഇന്ന് അദ്ദേഹം ചെങ്ങന്നൂർ, മാവേലിക്കര മണ്ഡലങ്ങളിലാണ്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ ഇന്നലെ ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തി. NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല ഇന്നലെ ചാരിമൂട് പ്രദേശത്ത് ഭവന സന്ദർശനം നടത്തി. വൈകിട്ട് കുന്നത്തൂരിൽ റോഡ് ഷോയും നടത്തി. ഇന്ന് അദ്ദേഹം ശാസ്താംകോട്ടയിൽ ഭവന സന്ദർശനം നടത്തുകയാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർ ആലപ്പുഴ ADM വിനോദ് രാജിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഒരുക്കങ്ങൾ നടത്തിവരികയാണ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 4 സ്ഥാനാർത്ഥികളെ കൂടി BJP പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെയാണ് രംഗത്തിറക്കുന്നത്. CPI ദേശീയ നേതാവ് ആനി രാജയാണ് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി. കൊല്ലത്ത് നടൻ G. കൃഷ്ണകുമാറും ആലത്തൂരിൽ ഡോക്ടർ TN സരസുവും മത്സരിക്കും. എറണാകുളത്ത് ഡോക്ടർ KS രാധാകൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥി. കൊല്ലത്ത് NDA സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചതോടെ പ്രചാരണം കൂടുതൽ സജീവമായി. NDA സ്ഥാനാർത്ഥി G.
കൃഷ്ണകുമാറിനായി പ്രവർത്തകർ ചുമരെഴുത്തു തുടങ്ങി. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിച്ചു. ഇന്ന് പേരയം, ഇളമ്പള്ളൂർ പഞ്ചായത്തുകളിലാണ് കൺവെൻഷൻ. അതേസമയം LDF സ്ഥാനാർത്ഥി M മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് റോസ്മലയിൽ തുടക്കമായി. ഇന്ന് തെന്മല, ആര്യങ്കാവ് പഞ്ചായത്തുകളിലാണ് പര്യടനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. പ്രശസ്ത എഴുത്തുകാരൻ TN പ്രകാശിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. 69 വയസ്സായിരുന്നു. നോവലിസ്റ്റും നാടകകൃത്തുമായ അദ്ദേഹം അധ്യാപകൻ, കേരള സാഹിത്യ അക്കാദമി അംഗം, കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. 9 ജില്ലകളിൽ ഉയർന്ന താപനില കണക്കിലെടുത്ത് വ്യാഴാഴ്ച വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, ഇടുക്കി, വയനാട്, മലപ്പുറം, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. ചൂടുകാലത്ത് വിറ്റഴിക്കുന്ന ശീതള പാനീയങ്ങളുടെയും കുപ്പിവെള്ളത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. ഐസ്ക്രീം, കുപ്പിവെള്ളം, ശീതള പാനീയങ്ങൾ എന്നിവയുടെ നിർമ്മാണ വിപണന കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത്. വിനോദസഞ്ചാര മേഖലകളിലെ വിൽപ്പന കേന്ദ്രങ്ങളിലും പരിശോധന നടത്തി. ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ ചൂട് 39 ഡിഗ്രി സെൽഷ്യസ് പിന്നിട്ടു. ഈ സാഹചര്യത്തിൽ സൂര്യാഘാതം, സൂര്യാതപം മൂലമുള്ള പൊള്ളൽ എന്നിവ ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ പ്രത്യേക കരുതൽ സ്വീകരിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം. വെയിലത്തിറങ്ങേണ്ടി വരുന്നവർ കുട, തൊപ്പി, ടവൽ എന്നിവ കരുതണമെന്നും ചെറിയ കുട്ടികൾ, പ്രായാധിക്യം മൂലം ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഗർഭിണികൾ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിലും ജില്ലയിൽ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ സൂര്യാഘാത ലക്ഷണങ്ങൾ ഉണ്ടായാൽ അടിയന്തര വൈദ്യസഹായം തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 10 ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമലയിൽ ആറാട്ടിന് ശേഷം വൈകിട്ട് 3 വരെ പമ്പയിൽ ദർശനത്തിനും വഴിപാടിനും അവസരമുണ്ട്. ആറാട്ട് കഴിഞ്ഞ് ഘോഷയാത്രയായി സന്നിധാനത്ത് മടങ്ങിയെത്തിയ ശേഷം കൊടിയിറക്ക്, ആറാട്ട് കലശം, ഉച്ചപൂജ, ദീപാരാധന, അത്താഴപൂജ എന്നിവ നടക്കും. 13 ദിവസത്തെ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 20 റൺസിന് പരാജയപ്പെടുത്തി. ഗുജറാത്ത് ടൈറ്റൻസ് 6 റൺസിന് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി ഇന്ന്. ഹോളി ആഘോഷങ്ങളുടെ തിരക്കിലാണ് നാടും നഗരവും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ആശംസ നേർന്നു. ഹോളി ജനങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചിന്തകൾ ഉണർത്തുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ആളുകൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ഹോളിയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. നിറങ്ങളുടെ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ ഊർജ്ജവും ഉത്സാഹവും കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മഹാരഥോത്സവം ഇന്ന് തുടങ്ങും. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ അടുത്ത മാസം 3 വരെ പ്രത്യേക ചടങ്ങുകൾ നടക്കും. അടുത്ത മാസം 1-നാണ് മഹാരഥോത്സവം നടക്കുക. അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുകയാണ് BJP സർക്കാർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലപ്പുറത്ത് പൌരത്വ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ സംസ്കാരം പ്രകാശപൂർണമാക്കുന്നതിൽ മുസ്ലിം സമുദായത്തിനും പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാലായിൽ ക്രെയിൻ തട്ടി വയോധികൻ മരിച്ചു. പാല കടപ്പാട്ടൂർ കേളപ്പനാൽ ഔസേപ്പച്ചനാണ് മരിച്ചത്. കടപ്പാട്ടൂർ ബൈപ്പാസിലാണ് അപകടം. മലപ്പുറം കാളികാവ് ഉദരപ്പൊയിലിൽ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ പരാതിയുമായി ബന്ധുക്കൾ. പരാതി അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഊർജിതം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. 9 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ശീതള പാനീയങ്ങളുടെയും കുപ്പിവെള്ളത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്താൻ പരിശോധന ശക്തം. ശബരിമലയിൽ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം. ആറാട്ട് ഇന്ന്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 ബംഗളൂരുവിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.